ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതായത് നമ്മുടെ കൊള്ളി വെച്ചിട്ട്, അതായത് കപ്പ എന്നൊക്കെ പറയില്ലേ, ആ കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ലൊരു നാടൻ 4 മണി പലഹാരമാണ് ഇത് ചെയ്യുന്നത്. ഇലയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1/2 കിലോളം വെയിറ്റ് വരുന്നൊരു കിഴങ്ങാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി, തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതാ ഇവിടെ അത് മുഴുവനും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു കട്ടുണ്ടല്ലോ, അതായത് നമ്മളിങ്ങനെ കഴുകി കളയുന്ന ഒരു കട്ടുണ്ടല്ലോ, അപ്പോൾ പുഴുങ്ങാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ഈ കട്ടൊന്ന് പിഴിഞ്ഞിട്ട് കളയണം കേട്ടോ. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതേപോലെ ഓരോ പിടി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ആ ഒരു കട്ട് നമുക്ക് മാറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ പുട്ട് ചുടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ അതിൻ്റെ ഒരു കട്ടൊക്കെ കളയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിനും ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് എടുക്കണം. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഒരു കയ്യിലോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു കട്ടെടുത്ത് മാറ്റിയാൽ മതി. അപ്പം ഞാനിത് എല്ലാതും ഇതേപോലെ തന്നെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഒരു കട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് കിട്ടിയിട്ടുള്ളത് ഇത്രയാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഇത് നമുക്ക് കളയേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് കളയാം. അതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 200 ഗ്രാം അളവിൽ ശർക്കര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. ഈ ശർക്കരയിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഉരുക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് മണ്ണും തരിയും കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് അരിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും പാൻ സ്റ്റവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത്ര അളവിൽ എടുക്കാം കേട്ടോ. ഇത്ര അളവൊന്നുമില്ല, കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു കളറൊന്നും ചേഞ്ച് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അരിക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അതിങ്ങനെ അടിയിൽ പിടിക്കും, അല്ലെങ്കിൽ കരിഞ്ഞതുപോലെയൊക്കെ ആവും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് മാറും. ഇതുപോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ആവുന്ന വരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ളൊരു ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ആ ഒരു കിഴങ്ങും അതുപോലെ തേങ്ങ ചെരുകിയതും ശർക്കരയും കൂടിയിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. അതായത് ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കര പാനിയൊക്കെ വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചുക്കിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഈ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സത്യത്തിൽ ഇതിൽ ഫ്ലേവറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊള്ളി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് കൊള്ളിയുടെ ഒരു മണം ഉണ്ടാവില്ല, അത് തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏലക്കാപ്പൊടിയും അതുപോലെ ചുക്കിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കട്ടെ. ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇനി നമുക്കിത് ഇലയിലേക്ക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള ഒരു ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത് പോലെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഇത് കാണാനായിട്ടുള്ളൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു കുമ്പിള പോലെ കിട്ടും കേട്ടോ. നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കില്ലേ, അതുപോലെ കിട്ടും. ഈ ഒരു ഗ്യാപ്പിലേക്ക് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കൊള്ളിയുടെ ഒരു മിക്സ് വെച്ച് കൊടുക്കാനായിട്ട്.
അപ്പോൾ നമുക്ക് എത്ര നമ്മൾ എടുക്കുന്ന ഇലയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മിക്സ് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു മിക്സ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതെന്നുള്ളൂ. പക്ഷെ ആവിയിൽ വേവിച്ചെടുക്കാതെ തന്നെ ഈ ഒരു മിക്സ് നമുക്ക് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് മുഴുവനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം ആ മുകളിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ അതിങ്ങനെ നേരെ താഴത്തോട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് ഇപ്പുറത്തെ സൈഡിലോട്ടും മടക്കി കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമൂസയുടെ ഒരു ഷേപ്പിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയാൻ പണ്ടൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടൂല. കൊള്ളി ഇങ്ങനെ ഉണക്കിയിട്ട് നമ്മൾ പിന്നെ അത് പുഴുങ്ങിയിട്ട് ശർക്കരയും അതുപോലത്തെ തേങ്ങയൊക്കെ വെച്ചിട്ട് കഴിക്കൂലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. നാടൻ പലഹാരമൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതിഷ്ടാവും. ഇനി ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിലൊരു തട്ട് വെച്ചിട്ട് അതിലേക്ക് ഓരോന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് സമയം മതിയിട്ട്. നമ്മൾ ഓൾറെഡി ഇത് വഴച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വെന്ത് വരണ്ട. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞതിന് ശേഷമായിട്ട് നമുക്കിത് കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ. നമുക്ക് ചൂട്ടോടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ചൂട്ടോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ചേർക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലയിൽ നിന്ന് എടുക്കുമ്പോൾ കറക്റ്റായ സമൂസയുടെ ഷേപ്പിലൊക്കെ കിട്ടും. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ. നമുക്ക് ഇലയിലൊക്കെ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇഷ്ടാവൂലേ. അപ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിഴങ്ങ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല